ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ചീസ് പോക്കറ്റ്സാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തിൽ ഓയിലൊന്നും അധികം ഉപയോഗിക്കുന്നില്ല. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കപ്പ് ആട്ട എടുക്കുകയാണ്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വടിച്ച് തന്നെ എടുക്കുന്നത്, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് കിട്ടും. ഗോതമ്പ് പൊടി നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും ചെയ്യത്തില്ല, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ആട്ട തന്നെ എടുക്കുന്നത്. ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല, ആട്ടയാണെന്ന് വരച്ചിട്ട് നല്ല ടേസ്റ്റൊക്കെ തന്നെ കിട്ടും. അപ്പോൾ ഈ 3 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ അതിനകത്തിലേക്ക് ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചുടുമ്പോഴൊന്നും ഞാൻ ഓയിൽ പുരട്ടുന്നില്ല. ഇത് ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുകയാണ്. കുഴയ്ക്കാനൊക്കെ കൈ വയ്യാത്തവർക്കൊക്കെ ഇത് നല്ല പ്രയോജനമാണ് കേട്ടോ. ഈ മിക്സറ് നമുക്ക് ബീറ്റർ കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ എന്തിനായാലും നമ്മൾ കൂടുതൽ കുഴയ്ക്കേണ്ടതിനും ഒക്കെ ഇത് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈക്ക് വേദനയൊക്കെ ഉള്ളവർക്ക് നല്ലതാണിത്. പെട്ടെന്നിത് കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് കുഴച്ച് ഈ പരുവാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്തിൽ വെള്ളം ഒഴിച്ചപ്പോൾ ഒരു കപ്പും ഞാൻ ഒഴിച്ചു. പക്ഷേ പിന്നെ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഞാൻ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു, ഒന്നുകൂടെ ഒരു മയം വരാൻ വേണ്ടിയിട്ട്. ഇച്ചിരി അല്ലെങ്കിൽ ഹാർഡായിട്ട് മാവ് വരുന്നതിനും. ഇത് നന്നായിട്ട് കൈ കൊണ്ടങ്ങ് കുഴച്ചെടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ഇല്ല, അത്രയും വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടൊന്ന് അടിച്ചെടുത്തു. ഇപ്പോഴത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഉരുട്ടി വെച്ചാൽ മാത്രം മതി. കണ്ടോ, നല്ല പഞ്ഞി പോലായിട്ടുണ്ട് ഇപ്പം തന്നെ. അതൊന്ന് ഉരുട്ടി വെച്ചാൽ മാത്രം മതി. ഇതിനി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഒന്ന് അടച്ചു വെച്ചു. ഡോ എല്ലാം ഞാൻ ഉരുളകളാക്കി വെച്ചു. ഇനി ഒന്ന് പരത്തിയെടുക്കണം. കുറച്ച് പൊടി ഇട്ടിട്ടാണ് ഇത് പരത്തുന്നത്. നല്ല ഒരേ കനത്തിൽ നമ്മളത് പരത്തിയെടുക്കണം. ഒരുപാട് വലിയ ബോളും അല്ല, ഒരു മീഡിയം സൈസ് ബോളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ട് ഞാൻ പരത്തി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നടുക്കേക്ക് ഞാനൊരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിത് 4 സൈഡും അങ്ങ് മടക്കിയെടുക്കുകയാണ്. ഇതിങ്ങനെ 2 സൈഡും മടക്കി കൊടുത്തു. ഇനി താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴോട്ടും മടക്കിയെടുത്തു. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അല്പം പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും പരത്തിയെടുക്കുക. അത് സ്ക്വയറായിട്ട് തന്നെ പരത്തി വരുമ്പം ആയി കിട്ടും. ഇതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. സൈഡിൽ കട്ടി കൂടാതെ ശ്രദ്ധിക്കണം, കാരണം അല്ലെങ്കിൽ ആ ഭാഗം വേവാൻ താമസിക്കും. ഇങ്ങനെ നന്നായിട്ട് ഞാനങ്ങ് പരത്തിയെടുത്തു. അടുത്തതും അതുപോലെ തന്നെ പരത്തിയിട്ട് നടുവിൽ ചീസ് വെച്ച് മടക്കിയെടുത്തു. 4 സൈഡും ഇതുപോലെ മടക്കിയതിന് ശേഷം ഇത് നന്നായിട്ടങ്ങ് പരത്തിയെടുത്തു. കൂട്ടുകാരെ, അപ്പം നമ്മുടെ വീട്ടിലെല്ലാം ചപ്പാത്തി ഉണ്ടാക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നും നടുവിലൊരു ചീസോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഹെൽത്തിയുമാണ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്.
അപ്പോൾ ഇതിങ്ങനെ 2 എണ്ണം ഇപ്പം ഞാൻ പരത്തി കഴിഞ്ഞു. ഇതുപോലെയാണ് ഞാൻ ബാക്കിയുള്ളത് എല്ലാം ഉണ്ടാക്കിയത്. ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു പാന് അടുപ്പയിലൊക്കെ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിനകത്തിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഓരോ ചീസ് പോക്കറ്റ്സും ഇട്ട് കൊടുക്കുകയാണ്. ഇത് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ തിരിച്ച് മറിച്ച് വിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. പക്ഷേ ഇത് ചപ്പാത്തി നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമല്ലോ, അതുപോലെ ഒരുപാടങ്ങ് പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന ചീസ് പുറത്തേക്ക് വരും. അതുകൊണ്ട് ഒരുപാടങ്ങ് നമ്മൾ പ്രസ് ചെയ്യേണ്ട, പതുക്കെയൊക്കെ പ്രസ് ചെയ്ത് എടുത്താൽ മതി. ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് ഒരു 3-4 പ്രാവശ്യം ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ തിരിച്ചും മറിച്ചു വിട്ട് ഇത് മൂപ്പിച്ചെടുക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ പുറത്ത് ഞാൻ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പുരട്ടി കൊടുക്കത്തില്ല. ഒരുപാടങ്ങ് ഫാറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഒരു ചീസ് ഉണ്ടല്ലോ, അത് തന്നെ നല്ല ഫാറ്റാണ്. പിന്നെ കുട്ടികൾക്കായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ചീസ് പോക്കറ്റ്സ് ഡിപ്പ് ചെയ്ത് റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ ഞാൻ മറ്റുള്ളതും എല്ലാം ചുട്ടെടുത്തു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ചീസ് പോക്കറ്റ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് പൊള്ളി വരുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഇത് നല്ല ചിക്കൻ കറിയോ വെജിറ്റബിൾ കറിയോ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ഞങ്ങളിതിൻ്റെ കൂടെ കടലക്കറിയാണ് കഴിച്ചത്. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.